പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ രാജ്യത്തോടുള്ള പ്രസംഗം പ്രതിപക്ഷ പാർട്ടികളെ ചെളിവാരി എറിയുവാനും അസത്യങ്ങൾ പ്രചരിപ്പിക്കാനുമായിരുന്നു ഉപയോഗപ്പെടുത്തിയതെന്ന വലിയ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിച്ചുയർത്തുകയുണ്ടായി. പാർലമെന്റിലേക്കും മറ്റ് നിയമനിർമ്മാണ സഭകളിലേക്കും സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കുവാൻ 2023 സ്ത്രീ സംവരണ ബില്ല് തീരുമാനിച്ച സാഹചര്യത്തിൽ ഇതാ വീണ്ടും സ്ത്രീ സംവരണ ശ്രമത്തെ പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ബില്ലിനെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ വിജയകരമായി പരാജയപ്പെടുത്താൻ പാർലമെന്റിൽ വിജയിച്ചത്. എന്നാൽ അതിനെ മുൻനിർത്തി വലിയ രാഷ്ട്രീയ വിമർശനം ഉയർത്താൻ പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ഉപയോഗിച്ചത് നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ആയിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. രാജ്യത്തെ സ്ത്രീകൾ കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും DMKയ്ക്കും സമാജ്വാദി പാർട്ടിക്കും ഒന്നും മാപ്പ് തരില്ല എന്നും സ്ത്രീകളെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങളാണ് അവർ നടത്തിയതെന്നുമൊക്കെ പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിലൂടെ പറയുമ്പോൾ പ്രധാനമന്ത്രി തന്നെ ഭാഗമായ RSS എന്ന സംഘം സ്ത്രീകളെടുത്ത നിലപാടുകൾ ഈ നാട്ടിൽ എല്ലാവർക്കും വ്യക്തമാണ്. RSS എന്ന 1925 രൂപീകരിച്ച സംഘത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇതുവരെ അനുവദിച്ചിട്ടില്ല. അത് രൂപീകരിച്ച ഡോക്ടർ ഹെഗ്ഡെവാറിനോട് മറ്റൊരു RSSനോട് വളരെ മമതയുള്ള ലക്ഷ്മിബായി കോൽക്കർ സ്ത്രീകൾക്കും RSSൽ പ്രവേശനം അനുവദിക്കണമെന്ന് പറഞ്ഞതിന് അദ്ദേഹം കൊടുത്ത മറുപടി സ്ത്രീകൾക്ക് മറ്റൊരു സംഘടന ഉണ്ടാക്കുന്നതായിരിക്കും ഉചിതമെന്നായിരുന്നു. അങ്ങനെയാണ് 10 വർഷങ്ങൾക്ക് ഇപ്പുറം 1935 സ്ത്രീകൾക്ക് മാത്രമായി രാഷ്ട്ര സേവിക സമിതി രൂപീകരിക്കപ്പെട്ടത്. സ്വന്തം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി രാഷ്ട്രീയ നേതാവായി ഉയരുവാൻ ശ്രീ നരേന്ദ്രമോദി ഉപയോഗപ്പെടുത്തിയ RSSൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ RSSന്റെ ദർശനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ആരാധിക്കുന്ന അവരുടെ നേതാക്കന്മാർ ഒക്കെ തന്നെ സ്ത്രീ വിരുദ്ധ സമീപനങ്ങൾ കൊണ്ട് കുപ്രസിദ്ധരായിരുന്നു. VD സവർക്കർ എഴുതിയ വളരെ കുപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യ ചരിത്രത്തിലെ 6 സുപ്രധാന സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ സ്ത്രീകളെ എങ്ങനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തതിന് ശേഷം ലൈംഗികമായി രാഷ്ട്രീയ ലക്ഷ്യത്തോട് ഉപയോഗിക്കണമെന്ന് വിശദീകരിക്കുന്നു. ആ ഗ്രന്ഥത്തിൽ ശ്രീ VD സവർക്കർ ഒരു മടിയുമില്ലാതെ അദ്ദേഹത്തിൻ്റെ തന്നെ ആരാധ്യനായിരുന്ന ശിവജിയെയും ചിമ്മാപ്പയെയും അദ്ദേഹം വിമർശിക്കുന്നത് അവർ പരാജയപ്പെടുത്തിയ സംഘത്തിലെ പുരുഷന്മാരുടെ ജീവിത പങ്കാളികളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്താൻ അന്ന് ശിവജിയും മറ്റും പരിശ്രമിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ VD സവർക്കർ തൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ പരാജയപ്പെടുത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവിത പങ്കാളികളെ റേപ്പ് ആസ് എ ടൂൾ എന്ന രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറയാൻ മടിക്കാത്ത VD സവർക്കറിന്റെ ശിഷ്യനാണ് ഇപ്പോ അധികാരത്തിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം നൽകാനുള്ള ശ്രമത്തെ അട്ടിമറിച്ചു എന്ന തരത്തിൽ കോൺഗ്രസിനെയും മറ്റും വിമർശിക്കുന്നത്. മറ്റൊരു നേതാവ് ഗോൾവാൾക്കർ എന്ന RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈദ്ധാന്തികൻ, അദ്ദേഹം കേരളത്തിലെ സ്ത്രീകളെ പറ്റി 1960 ഡിസംബർ 17 ഗുജറാത്തിലെ
സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, കേരളത്തിലെ സ്ത്രീകൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ വിവാഹത്തിന് ശേഷം അവരുടെ ആദ്യ കുട്ടി ബ്രാഹ്മണനിൽ നിന്നുണ്ടാകാൻ വല്ലാതെ കൊതിച്ചു നിൽക്കുന്നു എന്നായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളോട് ഏതെങ്കിലും തരത്തിൽ ബഹുമാനം കാണിക്കാൻ മടിച്ചു നിന്നിട്ടുള്ള, സ്ത്രീകളെ രണ്ടാം പൗരരായി കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള, സ്ത്രീകളെ രാഷ്ട്രീയ ഉപകരണമായി ലൈംഗികമായി പീഡിപ്പിക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആളുകളുടെ ഈ തലമുറയിലെ നേതാവ് സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭയിൽ സംവരണം കൊടുക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ അട്ടിമറി നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം.